ഗുഡ് മോർണിംഗ്. പോട്ട് പഠിപ്പിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ്. ലിയോക്കട്ടിന് ഇപ്പൊ പഠിച്ച സാധനം എന്നാ? ജമ്പ്. എങ്ങനെയാ ജമ്പ് ചെയ്യുന്ന? സ്വാദിഷ്ടമായ ദോശയാണ്. ദോശയും അങ്ങനെ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഞങ്ങളൊരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ലുലു മോളിലോട്ടാണ് പോകുന്നത്. അവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രണ്ട് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവളുടെ ചെറിയൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോക്ക് ലുലു മോളിലോട്ട് പോകുന്നത്. ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം. അത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ലുലുവിൽ കയറിയ പാടെ തന്നെ ലിയോയ്ക്ക് ഇതേ ഒരു സ്റ്റിക്കറൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് അടിപൊളിയായിട്ട് എനിക്കത് തോന്നി. കാരണം പിള്ളേരെ മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരൻറ്റിൻ്റെ നമ്പറൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ ലുലുവിൽ വന്നത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ അടുത്ത കക്ഷി. ഈ ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്ത് അന്നേരം ഇപ്പോൾ തുടങ്ങിയതാണ്. ഈ ഒരു ഫോട്ടോ ബൂത്തിൽ വന്നിട്ട് ഫോട്ടോ എടുക്കണം എന്നുള്ള അവളുടെ ആഗ്രഹം. പിന്നെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടാവുകയാണെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ അവളുടെ ആഗ്രഹം സാധിക്കാമെന്ന് തന്നെ വിചാരിച്ചു. എന്തായാലും ലിയോയ്ക്ക് ഒട്ടും ബോറടി ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു ഫോട്ടോ ബൂത്ത് ലുലു മോളുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടടുത്ത് അക്വേറിയം കടയിലായിരുന്നു പുള്ളി. അങ്ങനെ ഞങ്ങൾ ഈ ഫോട്ടോ ബൂത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് 4 ഫോട്ടോസ് ക്ലിക്ക് ചെയ്യും. അപ്പോൾ അതിലുള്ള ഫോട്ടോൻ്റെ പോസസ് പഠിക്കണമല്ലോ. അതാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ നമുക്ക് ഫോട്ടോ എടുക്കാൻ പോയാലോ? സംഭവം ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ലുലു മോളിൽ നിന്ന് വന്നതെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒട്ടും ഇത് ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കയ്യിൽ കിട്ടിയതിനേക്കാളും ഞങ്ങൾ ഹാപ്പി ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു തത്രപ്പാടുണ്ടല്ലോ. ഞങ്ങൾ കുറേ ടൈം എടുത്തിട്ടാണ് ഫോട്ടോസ് എടുത്തത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ 2 ഐസ്ക്രീമും മേടിച്ച് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്ട്. പേരറിയാമോ കഫേയുടെ? അതെനിക്കറിയത്തില്ല. 3D ആർട്ട് കഫേ. അതെ, കേരളാസ് ഫസ്റ്റ് 2D ആർട്ട് കഫേ ആയ ബൊളാൻഡ്രി ആർട്ട് കഫേയിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത്. ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ കുറേ കഫേസ് ഷെയർ ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു സ്ഥലമായിരുന്നു ഇത്. എന്തായാലും ഞങ്ങൾ കൂടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടൊരു ഡിഫറെൻറ്റ് സ്ഥലം അത് നോക്കാറുള്ളതാണ്. ഇത്തവണയും അതങ്ങനെ തന്നെയായിരുന്നു. വളരെ അടിപൊളിയായിട്ടുള്ള ആംബിയൻസും വളരെ അടിപൊളിയായിട്ടുള്ള ഫുഡും കഴിച്ച് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്തായാലും ഈ ഒരു കഫേയുടെ ലൊക്കേഷൻ വരുന്നത് എടപ്പള്ളി തൃക്കാക്കരയിലാണ്. അവിടുന്ന് വീട്ടിൽ പോയി ലഗേജും എടുത്ത് നമ്മൾ വീണ്ടും ഇറങ്ങി. ഈ മഴയത്ത് നമ്മൾ പൂളിൽ പോയി എന്ത് ചെയ്യും? നമ്മൾ കുളിക്കും. വേറെ എവിടെ സ്ഥലമില്ല പൂളിൽ പോയി കുളിക്കാം. വേറെ എവിടെ സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് മാറി പൂളിൽ പോയി കുളിക്കാൻ കാശ് കൊടുത്ത് പൂളിൽ പോയി കുളിക്കും. ഇതൊക്കെ എടുത്ത് യൂട്യൂബിലിടാം. അപ്പൊ നമ്മുടെ എല്ലാം തീർന്നു. കണ്ടാ വലിയ അങ്ങനെയൊന്നും പറയരുത്. എന്നോട് എല്ലാരും ചോദിക്കുന്നേ അലീനയുടെ ഫ്രണ്ട്സും റിച്ച് അല്ലേ എന്ന്. അതിന് സംശയമുണ്ടോ? എന്തായാലും കുറേ തമാശകളൊക്കെ പറഞ്ഞ് ഫൈനലി ഞങ്ങൾ എത്തേണ്ടടുത്തെത്തി. കുറച്ചായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലുള്ള ഗ്രൂപ്പിൽ ഞങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു എവിടെ നമ്മൾ സ്റ്റേ ചെയ്യും എന്നുള്ളത്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് ഇത്തവണ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. സിറ്റി ലൈഫിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറി വളരെ പ്രകൃതി രമണീയമായ ഒരു പ്ലേസ്. ഇത് എറണാകുളത്ത് തന്നെയാണ്. ഇത് മഞ്ഞുമ്മലാണ് സ്ഥലം. വളരെ സ്പേഷ്യസും വളരെ മോഡേണും ആയിട്ടുള്ള ഒരു വീട്. പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ലിയോ കൂട്ടിനും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. ആ ടി വിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് നോക്കിയേ. ചെക്കനിപ്പോൾ കാർട്ടൂണൊന്നും വേണ്ട, ജുറാസിക് വേൾഡൊക്കെയാണ് ആളുടെ ഫേവറേറ്റ് സാധനം. എന്തായാലും ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണിച്ചു തരുന്നിടം വരെ അവൻ അവിടെ ഇരുന്ന് ടി വി കാണട്ടെ. അപ്പോൾ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡൈനിങ് ഏരിയയും ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ ഒരു അടിപൊളി ഒരു കിച്ചണും ഉള്ളത്. വളരെ മോഡേൺ ആയിട്ടുള്ള അടിപൊളി ഒരു കിച്ചൺ, മനോഹരമായിട്ടുള്ള ഒരു മിററൊക്കെ വന്നിട്ടുള്ള ഒരു വാഷ് ബേസിൻ. പിന്നെ ഞാൻ ഈ വീട്ടിൽ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ മുക്കിനും മൂലയിലും ഒക്കെ ലൈവ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അത് ഒരു ഭംഗി തന്നെയാണ്. പിന്നെ ഈ വീട്ടിൽ 2 ബെഡ്റൂമുകളുള്ളത്. ഒന്ന് ഈ ഒരു ബെഡ്റൂം, 2 സിംഗിൾ ബെഡായിട്ട് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. ആൻഡ് ഈ ഒരു മുറിയിൽ ഒരു വലിയ ബെഡ്, ഇതും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഈ സിറ്റ് ഔട്ടിലിരിക്കാൻ നല്ല രസമാണ്.
ഒരുപാട് പച്ചപ്പും ഫ്രണ്ടിലൊരു ഗംഭീരമായ ഒരു പൂളും ഒക്കെ ഉള്ള പൂള്. പിന്നെ ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് പൂളുള്ള പ്രോപ്പർട്ടി തന്നെ ഞങ്ങൾ തപ്പിയെടുക്കാറുള്ളൂ. എന്തായാലും അതിൽ കുറച്ച് നേരം അർമാദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീട്ടിൽ നിന്ന് അമ്മ ഞങ്ങൾക്ക് കാര്യമായിട്ട് ചിക്കൻ കട്ട്ലറ്റ് റെഡിയാക്കി തന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതിയായിരുന്നു കേട്ടോ. പിന്നെ പാത്രവും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊന്നും നമ്മൾ വേറെ പുറത്തൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാനുണ്ടല്ലോ വീട്ടിൽ നിന്ന് ലിയോ കുട്ടിന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവനത് ചൂടാക്കി കട്ട്ലറ്റും കൂട്ടിയിട്ട് അവന് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നേരെ ഈ പൂളി കിടക്കുന്ന 2 ഈ കട്ട്ലറ്റും കൂട്ടത്തിൽ ആപ്പി ഫിസും ഒഴിച്ച് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. അവരവിടെ ഇരുന്ന് ചില്ലി ചെയ്യട്ടെ, ഞങ്ങളിവിടെ ഇരുന്ന് ചോറുണ്ണട്ടെ. ഇവനെ ഉറക്കിയിട്ട് വേണം ഞങ്ങളുടെ മെയിൻ പരിപാടി വർത്തമാനത്തിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫ്രണ്ട്സ് ഈസ് ലൈക്ക് ദിസ്. ഇപ്പം ഞാൻ ഈ ഇടുന്ന എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ കട്ട്ലേറ്റ് കഴിക്കുന്നു, ഞാൻ കഴിച്ചോ എന്ന് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും ഐ ഫീൽ സോ ബ്ലെസ്ഡ്. കാരണം ഇങ്ങനെയുള്ളവരൊക്കെ ജീവിതത്തിൽ കിട്ടുക എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു അനുഗ്രഹം തന്നെയല്ലേ. അങ്ങനെ ലിയോ കുട്ടിനെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ പയ്യെ ഉറക്കിയിട്ട് ഞങ്ങൾ ബാർബിക്യൂ ചെയ്യാൻ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം പോകുന്ന പറഞ്ഞാൽ അറിയത്തില്ലല്ലോ. എത്ര പറഞ്ഞാലോട്ട് തീരത്തുമില്ല. എന്തോരം കഥകളാണ് പറയാനുള്ളത്. ഒന്ന് തീരുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ പൊന്നെ, രാത്രി ആയതും അറിഞ്ഞില്ല, ആർക്കും ഉറക്കവും വന്നില്ല. ചില നേരത്തെ ഉറക്കും. ഇങ്ങനെയൊന്നും എപ്പോഴും കൂടാൻ പറ്റിയിരുന്നെന്നുണ്ടെങ്കിൽ സങ്കടവും സന്തോഷവും എല്ലാം പറഞ്ഞു തീർക്കാലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കോ കേട്ടിട്ടില്ലേ, നമ്മുടെ വീട്ടിൽ പോലും പറയാത്ത പല കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ട്സിന് അറിയാൻ പറ്റും എന്നുള്ളത്. അത് ആക്ച്വലി ഭയങ്കര കറക്റ്റ് അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു ഡേ അങ്ങനെ അങ്ങ് അവസാനിച്ചു. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ, ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനൊരു ഹാപ്പി ഫേസ് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് സംഭവമായത് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേ ഈ ചിരിച്ചോണ്ടുള്ള മുഖം കാണാൻ പറ്റുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളത്ത് തന്നെയാണ്. എറണാകുളത്ത് മഞ്ഞുമൽ എന്ന് പറഞ്ഞ പ്ലേസിൽ സിറൈൻ റിട്രീറ്റ് എന്ന് പറയുന്ന ഒരു 2 BHK ഹൗസാണിത്. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയാലോ? ഇതിൽ പഞ്ചസാര ഇല്ലേ? അയ്യോ, കപ്പിലിട്ടാ മതി. അതാ നീ വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. അതിനകത്തോട്ട് നോക്കിയിട്ട് അത് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടോ നോക്കി. ഞാൻ നോക്കിയ ഓ വേണ്ട വേണ്ട, ദൈവമേ, എടി ഞാൻ പറഞ്ഞ അവളോട് അതിനകത്ത് നോക്കിയൊന്ന് പ്ലേ ചെയ്തിട്ടുണ്ടോ നോക്കേ. കണ്ടുപിടിക്കത്തില്ല ഇപ്പൊ. അമ്മൂമ്മയായി. നിനക്കെന്നാ വേണ്ട? നിനക്ക് ജ്യൂസ് അല്ലേ? ഫ്രിഡ്ജിൽ ആപ്പിൾ ജ്യൂസ്. I like apple juice. കൊണ്ടൊക്കെയാണല്ലോ ഇറങ്ങിയത്. മൊത്തത്തിലുള്ള ഡ്രസ്സ് ഇട്ടോണ്ട് വന്ന് നിൽക്കുക മദാമ, എന്നിട്ട് ചൂടെടുക്കുന്നെന്ന്. നമ്മൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ എന്തോരം ചിരിക്കുമല്ലേ, ചെറിയ കാര്യങ്ങൾക്ക് പോലും. എന്തായാലും ഈ വീട്ടിലെ ഞങ്ങളുടെ ഡേ അങ്ങനെ അവസാനിക്കാം. അപ്പോൾ നമ്മൾ നേരെ റെഡിയായി എല്ലാം പാക്ക് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് കേൾക്കട്ടെ? നമ്മൾ ടാറ്റു പഠിക്കാൻ പോകും. ടാറ്റു ചെയ്യാൻ പോവുക. അവൾക്ക് ഭയങ്കര നാണോ ടാറ്റു പഠിക്കാൻ പോകുന്നതൊക്കെ. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി ലഞ്ചൊക്കെ കഴിച്ചിട്ട് ലിയോ കുട്ടനെ കിടത്തി ഉറക്കി വീട്ടിലേൽപ്പിച്ചിട്ട് ഞങ്ങളുടെ ഇത്തവണത്തെ മീറ്റപ്പിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. കുറച്ച് നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോകാനുള്ളത് കൊണ്ട് നമുക്ക് വല്ലതൊക്കെ മിണ്ടിയും പറഞ്ഞും പോവാല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. എടി,
ഉജാല കുടിച്ച് എങ്ങനെ വയറ് കുറയ്ക്കാം? ഉജാല കുടിച്ച് എങ്ങനെ വയറ് കുറയ്ക്കാം? ആ എനിക്കറിയാം. ഇത് ഞാൻ ചോദിച്ചിട്ടുള്ളതാണോ? അനുവിന്റെ ടേൺ ആണ് ഇത്. കമോൺ, ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ മിഠായി മേടിച്ചു. ഉജാല കുടിച്ചാ എങ്ങനെ വയറ് കുറയ്ക്കാം? ഉജാല കുടിച്ചാ ഞാൻ പറയാം. ഉജാല കുടിക്കുമ്പോഴത്തേക്ക് ബ്ലൂടൂത്ത് ആവും. ബ്ലൂടൂത്ത് വയർലെസ് അല്ലേ? അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞതേ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. യെസ്, ഷാനിക്കൻ്റെ സ്വന്തം ദ ഇങ്ക് മാൻ ടാറ്റു സ്റ്റുഡിയോ. We are getting ink. ഇത് നിനക്കൂടെ ടാറ്റു അടിക്കുമ്പോ തിന്നാനല്ലേ നീ? അല്ല, ഷാനിക്കല്ലേ പറഞ്ഞു. ഷാനിക്കൊക്കെ ആണ്ടോ വേണമെന്ന്? അമ്മ അതിന് പൊരിയോളൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. കടക്കട്ടെ ആണ്ടോ? ഹായ് ഹായ്, കേറിക്കോ കേറിക്കോ. ഇത് ആക്ച്വലി ഞങ്ങളുടെ 3 പേരുടെയും ആദ്യത്തെ ടാറ്റു ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടാറ്റുവിനോട് അത്ര പേടിയൊന്നുമില്ല. പിന്നെ ഈ ഇരിക്കുന്ന വ്യക്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്വന്തം ഷാനിക്ക. ഷാനിക്കയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 8-9 വർഷത്തെ നല്ല പരിചയമുണ്ട്. അത് കൂടുതലെന്നെങ്കിലേ ഉള്ളൂ. എന്തായാലും ആളുടെ പുതിയ ഷോപ്പ് ഇരുമ്പനത്തും സ്റ്റാർട്ട് ചെയ്തേക്കുന്നുണ്ട്. നമ്മൾ ഇന്നിവിടെ എത്തിയേക്കുന്നത്. നമ്പർ 2 എനിക്ക് അമ്മേനെ കാണാം. അത് എക്സ്പ്രഷൻ കാണാനുണ്ട്. അത് ഞങ്ങൾ പകർത്തിയെടുത്തിട്ടുണ്ട്. അവളെ എല്ലില്ലാത്ത ഷോ. അങ്ങനെ നമ്മൾ വിചാരിച്ചൊരു കാര്യം നടന്നല്ലേ സക്സസ്ഫുൾ ആയിട്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ആഗ്രഹിച്ച ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ടാറ്റു ഇവിടെ റെഡി. ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്, അതിലേറെ എനിക്ക് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ വിഷമം ഇനി എന്ന് മീറ്റ് ചെയ്യും ഇതുപോലെ എന്ന് ഓർത്തിട്ടാണെങ്കിലും ഇത്രയും നല്ല മെമ്മറീസ് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം അതിൻ്റെ കൂടെയുണ്ട്. ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കട്ടെ. ഞങ്ങളുടെ ട്രിപ്പിൽ ആദ്യമായിട്ടായിരിക്കും ഞങ്ങളിങ്ങനൊരു വ്ളോഗ് എടുക്കുന്നത്, പ്രത്യേകിച്ച് എൻ്റെ ഒരു ആഗ്രഹപ്രകാരം. അതുകൊണ്ട് എത്രത്തോളം നന്നായി എന്ന് ഞങ്ങൾക്കറിയില്ല. അതിപ്പോൾ നന്നായാലും പോരായ്മകളുണ്ടെങ്കിലും കമൻസിലിട്ട് എന്നെ അറിയിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.